Hi buddies, welcome to part 2 of my upcycling video. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ മിററും വാഷ് ഏരിയയും മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നോക്കുക കേട്ടോ. വാഷ് ഏരിയയുടെ മേളിലൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ അതെങ്ങനെ മറയ്ക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഈ അലുമിനിയം ഫോയിൽ കിട്ടിയത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊരു മേക്ക് ഓവർ ചെയ്യാം. ഞാനിവിടെ കുറച്ച് കെട്ടുകമ്പി എടുത്തിട്ടുണ്ട്. എന്താ ചെയ്യാൻ പോണേന്ന് ഒരു ഐഡിയ ഇല്ല, പക്ഷേ മനസ്സ് പറയുന്ന രീതിയിൽ പോകാനാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. ആദ്യം ഈ കെട്ടുകമ്പിയിൽ ഒരു സർക്കിൾ അങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ഈ അലുമിനിയം ഫോയിൽ നമ്മൾ ശരിക്കും ഒന്ന് പരത്തിയെടുക്കുക. ഇത് ഈ ചില സ്ഥലത്ത് ഫോൾഡായിട്ടല്ലേ ഇരിക്കണത്, അതൊക്കെ ഒന്ന് നമ്മൾ പരത്തി ഇങ്ങനെ എടുക്കുക. അത് കണ്ടോ, ഇതുപോലെ. വെരി സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് സിസർ വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു ഫ്ലവർ ഉണ്ടാക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഇതാ ബാക്കിൽ കണ്ടില്ലേ, അതുപോലെ 5 ഇതളുള്ള ഫ്ലവർ ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. പെറ്റൽസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലെഫ്റ്റ് ഓവർ സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ കളയണ്ട കേട്ടോ. ഇതിങ്ങനെ ഞെരുക്കി 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 പഞ്ചറാക്കി ഉള്ള ശക്തി മൊത്തം എടുത്തിട്ട് നമ്മളതൊരു ചപ്പാത്തി പരുവാക്കണം. ഓ മൈ കടവുളെ, ഇതൊരു നല്ല പണിയാണല്ലോ. പക്ഷെ സാരമില്ല, അവസാനം ഞാൻ അത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പെറ്റൽസൊക്കെ ഇങ്ങനെ പയ്യനെ ഇങ്ങനെ ചുരുക്കി ചുരുക്കി വെക്കണം കേട്ടോ. അത് ഇച്ചിരി സൂക്ഷിച്ച് ചെയ്യേണ്ട പരിപാടിയാണ്. ഇനി നമ്മൾ ഗ്ലൂ എടുത്തിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതിപ്പോൾ തീരാറായ ഗ്ലൂ ആണ്, അതുകൊണ്ടാണ് ഇതുമേൽ ഇമാതിരി പണി ചെയ്യണത്. കുഴപ്പമില്ല, സാരമില്ല. നമ്മളിത് മൊത്തം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. പിന്നെ നമ്മൾ പെറ്റൽസൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ മേളിലിങ്ങനെ ഒട്ടിച്ച് വെക്കണം കേട്ടോ. ഇത് പെട്ടെന്ന് ഒട്ടുന്നൊരു സംഭവമല്ല, കുറച്ച് നേരം നമ്മൾ അതുമേലിങ്ങനെ പിടിച്ചിരിക്കണം. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് പിടിച്ചിരിക്കേണ്ടി വരും, എന്നാലാണ് അതൊന്നും ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊരു അപ്സൈക്ലിംഗ് പ്രോജക്റ്റ് ചാനലാണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല എന്ന് പറഞ്ഞ് വിടുന്ന സാധനം വെച്ചിട്ടാണ്
ഞാൻ ഇതുപോലത്തെ ക്രാഫ്റ്റ്സ് ഉണ്ടാക്കുന്നത്. ഇതിന് ചെയ്യുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം. അങ്ങനെ ലൈക്ക് ചെയ്താലാണ് ഇത് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇതെത്തുക കേട്ടോ ഈ വീഡിയോ. ഞാൻ ഒരാൾ വിചാരിച്ചാൽ മേ ബി ഈ ലോകം മാറ്റിമറിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നെപ്പോലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ഭൂമി ഒരു സ്വർഗ്ഗമാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു വേസ്റ്റേജ് പോലും ഇല്ല. അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ആ കമ്പിയില്ലേ, കമ്പി ഞാൻ ഈ മീശ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മിഡിലും കൂടിയിട്ട് ഞാനിങ്ങനെ 3 സ്ട്രാൻഡ്സ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ 3 ഇങ്ങനെ കമ്പി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് കട്ടിയാവണില്ല എന്നല്ല, അതിനൊരു പിടുത്തം കിട്ടണില്ല. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷെ ട്രൈ ചെയ്തിട്ട് ഞാൻ ആകെ ചമ്മിപ്പോയെന്നേ ഉള്ളൂ. പിന്നെ ഈ നെയിൽ കട്ടർ വെച്ചിട്ടാണ് കേട്ടോ ഈ കമ്പി ഞാൻ കട്ട് ചെയ്തത്. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ. കട്ടിംഗ് പ്ലെയർ വെച്ചിട്ട് തന്നെ അത് കട്ട് ചെയ്യണം. എനിക്ക് ഈ സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരു സാധനം പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഒരൊറ്റ സാധനം കാണില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഞാൻ കിട്ടിയ സാധനം വെച്ചിട്ട് അങ്ങോട്ട് പ്രോജക്റ്റ് ചെയ്യും. അതൊരു തെറ്റാണോ ഗൈസ്? പറയൂ, നിങ്ങൾ വാ തുറന്ന് പറയൂ, അതൊരു തെറ്റാണോ? കുറേ ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് ഒന്നും നടന്നില്ല. ഞാൻ ചമ്മിപ്പോയി. അവസാനം ഞാനൊരു ചുറ്റികയെടുത്ത് ടപടപടവാന്നടിച്ചിട്ടാണ് ഇതൊക്കെ ഒന്ന് ശരിയായത്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ യോഗ മാറ്റിൻ്റെ അവശിഷ്ടം. ഇപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. കുട്ടി പിശാചുകൾ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. യോഗ മാറ്റിൻ്റെ ചെറിയൊരു പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ നടുക്കൂടെ ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. ഇത് കട്ടി കൂടുമ്പോൾ എന്താ വെച്ചാൽ ഈ ഫ്ലവർ ഒട്ടിക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് തിന്നാക്കണത്. പിന്നെ ഇതിന് പേപ്പർ കട്ടറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഇവിടുത്തെ കുറുമ്പന്മാരെടുത്ത് ഒളിപ്പിച്ച് വെച്ചത് കൊണ്ട് എന്ത് കിട്ടിയാലും അവർ ഒളിപ്പിച്ച് വയ്ക്കും. അതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പം ഞാൻ ഈ അടുക്കളയിൽ കത്തി എടുത്തിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഒട്ടിച്ചു തുടങ്ങാം. ഇതാണ് ഫ്ലവർ കേട്ടോ. ഇത് നമ്മൾ അപ്സൈഡ് ഡൗൺ ആയിട്ട് വെക്കണം. പിന്നെ നമ്മൾ ഗ്ലൂ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ആ സ്പോഞ്ച് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് അമർത്തി പിടിക്കണം കേട്ടോ. ഇച്ചിരി ഏറെ നേരം ഒന്ന് അമർത്തി പിടിക്കണം, എന്നാലാണ് അത് ഉണങ്ങി വരുള്ളൂ. നമ്മൾ പെട്ടെന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ അത് വിട്ടുവരും. അങ്ങനെ ഇത്രയും ഫ്ലവേഴ്സ് ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? ശരിക്കും ഞാൻ ഇത്രയും ഭംഗിയിലുള്ള സാധനമാവും എന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. മനസ്സിലിങ്ങനെ ഓരോ സമയത്ത് നമുക്ക് തോന്നണമല്ലേ, പക്ഷെ അത് റിയാലിറ്റിയിൽ കൊണ്ടുവന്നപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
പിന്നെ ഇങ്ങനെ ഒരു സാധനം വാളിലൊട്ടിക്കുന്നരുത് ഞാൻ മീഷോന്ന് മേടിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഈ മിററിൻ്റെ മേളിൽ ഞാനത് അങ്ങോട്ട് ഒട്ടിച്ച് നമ്മളൊന്ന് ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരു റിച്ച് ലുക്ക് തോന്നണില്ലേ. പിന്നെ ഈ മിററുടെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതുപോലൊരു ഡിസൈൻ ഞാൻ ചൂസ് ചെയ്തത്. ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഡെക്കോർ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. റെക്റ്റാങ്കിൾ ഡെക്കോർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇച്ചിരി വൃത്തികേടായേനെ. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടി ആ ഒരു ഏരിയനെ അല്ലെങ്കിൽ ആ മിററും ആ എല്ലാ ലുക്കിനെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്തതെന്ന് തോന്നിയത്. അപ്പോൾ ഇതുപോലെ അപ്സൈക്ലിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം. അപ്പോൾ നമുക്ക് അപ്സൈക്ലിംഗ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.